എപ്പിസോഡിൽ 5 ഹൈ സാലറി ജോബുകളെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. ഇത്തവണയും അതുപോലെ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു ചില ജോലികളെയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ പല ജോലികളും നിങ്ങൾ അക്കാഡമിക്കലി എക്സലന്റ് അല്ലെങ്കിൽ പോലും നിങ്ങൾ സംസാരിക്കാൻ ഇഷ്ടമുള്ളവരാണ്, ഡിസൈൻ ചെയ്യാനും വരയ്ക്കാനും ഇഷ്ടമുള്ളവരാണ്, ചിന്തിക്കാൻ ഇഷ്ടമുള്ളവരാണ്, ഇനി അനലൈസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെയുള്ള ജോലികൾ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പ്രതിവർഷം 10 ലക്ഷം തൊട്ട് കോടികൾ വരെ ഈ ജോബുകളിൽ നിന്ന് നിങ്ങൾക്ക് നേടാം. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കരിയർ കോമ്പസ്. ആദ്യത്തെയാണ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ട്. ഒരു ആർക്കിടെക്ട് ആരാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഒരു ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന്റെ ഡിസൈനിങ്ങും അതിന്റെ ഡെവലപ്മെന്റും അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും പ്ലാൻ ചെയ്ത് നോക്കി നടത്തുന്നവരാണ് ആർക്കിടെക്ട്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമ്മളൊരു ടെക്നിക്കൽ വശത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം, ഒരു പ്രൊഡക്റ്റിന്റെ സോഫ്റ്റ്വെയർ സിസ്റ്റം എങ്ങനെയായിരിക്കണം, അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കണം, അതിന്റെ ഡിസൈനിങ് എങ്ങനെയായിരിക്കണം, അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കണം എന്ന് പ്ലാൻ ചെയ്യുന്നവരാണ് സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റുകൾ. ഒരു സ്മാർട്ട് ഫോണോ സ്മാർട്ട് വാച്ചോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ എന്നുള്ളതിനപ്പുറം നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മിക്സി, വാഷിംഗ് മെഷീൻ തൊട്ട് എയ്റോപ്ലെയിൻ വരെയുള്ള വലിയ പ്രൊഡക്റ്റുകളിലടക്കം ഇന്ന് സോഫ്റ്റ്വെയറുകൾ വെച്ചിട്ടാണ് റൺ ചെയ്യുന്നത്. ജാവ, പൈത്തൺ, ഡാർട്ട് പോലെയുള്ള പലതരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പ്രോഗ്രാമിന് പിന്നിൽ ഒരുപാട് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സും അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സും വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അതിനെ എങ്ങനെ ഡിസൈൻ ചെയ്യണം, അതിന്റെ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെ ആയിരിക്കണം, അതിന്റെ പെർഫോമൻസ് എങ്ങനെ ബെറ്റർ ആക്കണം, അതിന്റെ സ്പീഡ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സോഫ്റ്റ്വെയർ ആർക്കിടെക്ട്സ് ആണ്. ഇനി ഒരു സോഫ്റ്റ്വെയർ ആർക്കിടെക്ട് ആവാൻ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിരിക്കണം എന്നതിന്, +2 നിങ്ങൾ ഫിസിക്സും മാത്സും കമ്പ്യൂട്ടർ സയൻസും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത് മസ്റ്റ് ആണ്. BSc ഇൻ കമ്പ്യൂട്ടർ സയൻസോ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നതും നിങ്ങൾക്ക് ചെയ്യാം. ഇത് കൂടാതെ സർട്ടിഫിക്കേഷൻ കോഴ്സസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ബോണസ് പോയിന്റ് ആണ്. ഇനി ഇതിന്റെ സാലറി എന്ന് പറയുന്നത് ഏകദേശം 50 to 80 lakhs per annum ആയിരിക്കും. ഒരു ചാർജ് ഷീറ്റ് പോലും ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ആ 4 പേർക്കുമെതിരെ ഒരു ലോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മൂവി സീനുകളിലെ യെസ് യുവർ ഓണർ, ഒബ്ജക്ഷൻ യുവർ ഓണർ ഇതുപോലെയുള്ള കാര്യങ്ങളാവും നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരിക്കാം. എന്നാൽ കോർട്ട് റൂമുകളിൽ പോവാതെയും നിങ്ങൾക്ക് അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ ലോയേഴ്സ് ആയിരിക്കാം എന്ന് പറഞ്ഞാലോ കുറച്ച് അത്ഭുതം തോന്നുന്നുണ്ടാവും. എന്നാൽ അത്തരത്തിലുള്ളവരാണ് കോർപ്പറേറ്റ് ലോയേഴ്സ്. ഏതൊരു കോർപ്പറേറ്റ് കമ്പനിക്കും കോർപ്പറേറ്റ് ലോയേഴ്സിനെ ആവശ്യമാണ്. ഉദാഹരണത്തിന് നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഒരു കമ്പനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ ഇന്ത്യൻ ലോസ് അനുസരിച്ച് എന്തൊക്കെ പോളിസീസ് അഡോപ്റ്റ് ചെയ്യണം, പോളിസീസിൽ എന്തൊക്കെ ചേഞ്ചുകൾ വരുത്തണം എന്നുള്ള ലീഗൽ അഡ്വൈസസ് കൊടുക്കാനും അതുപോലെ തന്നെ കമ്പനിയുടെ ലീഗൽ വശം സേഫ് ആക്കി നിർത്താനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവരാണ് കോർപ്പറേറ്റ് ലോയേഴ്സ്. ഒരു കമ്പനി അതിന്റെ പ്രൊഡക്റ്റോ സർവീസോ ഏതൊരു രാജ്യത്താണോ ഡെലിവറി ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാനും ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ട് ബിസിനസ് റൺ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഞാനൊരു കോർപ്പറേറ്റ് ലോയർ ആവാൻ എന്ത് പഠിക്കണം എന്നാണ് നിങ്ങളുടെ ചോദ്യം എന്നുണ്ടെങ്കിൽ, ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമല്ല മറിച്ച് പല പല ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം LLB കോഴ്സുകൾ ചെയ്യാം. അതുമല്ല എന്നുണ്ടെങ്കിൽ 5 year ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ BA LLB, BBA LLB പോലുള്ള ഇന്റഗ്രേറ്റഡ് കോഴ്സസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് LLM ഇൻ കോർപ്പറേറ്റ് ഓർ ബിസിനസ് ലോയിൽ സ്പെഷ്യലൈസ് ചെയ്യാനും സാധിക്കും. ഇനി ഇതുപോലെയുള്ള കോഴ്സസിൽ ജോയിൻ ചെയ്യാനായി നിങ്ങൾ എഴുതേണ്ട എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് CLAT, LSAT, SLAT പോലെയുള്ള എക്സാംസ് ആണ്. ഇതിനുശേഷം ഇന്ത്യയിലെ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ള നാഷണൽ ലോ യൂണിവേഴ്സിറ്റി, അതല്ലെങ്കിൽ ജിൻഡാൽ, അല്ലെങ്കിൽ ക്രൈസ്റ്റ്, അല്ലെങ്കിൽ സിംബയോസിസ് പോലെയുള്ള യൂണിവേഴ്സിറ്റീസിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. കേട്ടാൽ ഞെട്ടണ്ട, ഒരു സീനിയർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പ്രതിവർഷം 30 ലക്ഷം തൊട്ട് 1 കോടി വരെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു കോർപ്പറേറ്റ് ലോയർ ആയി കഴിഞ്ഞാൽ ലഭിക്കാൻ പോകുന്ന സാലറി. നിങ്ങൾ ഡിസൈനിങ് ഇഷ്ടപ്പെടുന്നവരാണ്, അനലിറ്റിക്കൽ സ്കില്ലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുമാകാം UI UX ഡിസൈനർ. നമ്മൾ എല്ലാവരും ഇന്ന് സ്മാർട്ട് ഡിവൈസസ് ഉപയോഗിക്കുന്നവരാണ്. നമ്മുടെ ഫോണിൽ ഒരു ആപ്പ്, അത് എത്രത്തോളം ഉപയോഗിക്കാൻ സിമ്പിൾ ആണോ അത്രത്തോളം നമ്മൾ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതുപോലെ തന്നെ ഇന്ന് എല്ലാ സ്മാർട്ട് ഡിവൈസസിലും അതുപോലെ തന്നെ ഫോണിലെ ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, വെബ്സൈറ്റുകളിലായിക്കോട്ടെ, ഇതിലെല്ലാം യൂസർ ഇന്റർഫേസ് ബെറ്റർ ആക്കാൻ ഇന്ന് കമ്പനികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പുതിയ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരുമ്പോഴോ അത് ഏറ്റവും ബെറ്റർ ആയിട്ട് ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവരാനാണ് ഏതൊരു ടെക് കമ്പനിയും ശ്രമിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഡിവൈസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ആ യൂസർക്ക് ആ പ്രോഗ്രാം യൂസ് ചെയ്യാൻ പറ്റുക എന്ന് മനസ്സിലാക്കി അത്തരത്തിൽ അതിനെ ഡിസൈൻ ചെയ്യുന്നവരാണ് UI UX ഡിസൈനേഴ്സ് എന്ന് പറയുന്നത്. ഇന്ന് ഒരു സർവീസിന് നമ്മുടെ കയ്യിൽ 5 ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് കരുതിക്കോളൂ. അതിൽ ഏറ്റവും നല്ല യൂസർ ഇന്റർഫേസ് ഉള്ള ആപ്ലിക്കേഷൻ ആയിരിക്കും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്, അതിലായിരിക്കും നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ കമ്പനിക്ക് ഉണ്ടാവാൻ പോകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് വലുതാണ്.
ഇതേ കാരണം കൊണ്ട് തന്നെ ഇന്ന് ഒരുവിധം എല്ലാ മൾട്ടിനാഷണൽ കമ്പനീസിനും ഒരുപാട് UI/UX ഡിസൈനേഴ്സിനെ ആവശ്യമുണ്ട്. ഫിഗ്മ, അഡോബ് XD, സ്കെച്ച് പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനു വേണ്ട സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാം. എന്നാൽ ഒരു പ്രൊഫഷണൽ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ഹൈ സാലറി എന്ന് പറയുന്നത് ഏൺ ചെയ്യാനായി സാധിക്കും. ഇനി +1 +2 നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ആവട്ടെ, ആർട്സ്, സയൻസ് ഓർ കൊമേഴ്സ്, നിങ്ങൾക്ക് ഒരു UI/UX ഡിസൈനർ ആവാം. ഇതിനായി ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊന്നായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, അതുപോലെ IDC, IIT ബോംബെയിൽ നിന്ന് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഓഫ് ഡിസൈൻ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ UI/UX ചെയ്യാം. ഇതിനുശേഷം മാസ്റ്റേഴ്സും അതുപോലെ സർട്ടിഫിക്കേഷൻസും ആഡ് ഓൺ ആയിട്ട് ചെയ്യാനായി സാധിക്കും. എക്സ്പീരിയൻസ്ഡ് ആയ ഒരു സീനിയർ ലെവലിലുള്ള UI/UX ഡിസൈനറിന് ഇന്ന് ഏകദേശം 40 ലക്ഷം തൊട്ട് അതിന് മുകളിലേക്കാണ് പ്രതിവർഷ സാലറി എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാവുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റൊരു ജോലിയെ പറ്റിയിട്ടാണ്. AI റിസർച്ച് സയന്റിസ്റ്റ്. ടെക്നിക്കൽ നോളജ് ഉള്ളവർക്കും അതുപോലെ AI-നോട് താല്പര്യമുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് AI റിസർച്ച് സയന്റിസ്റ്റിൻ്റെത്. റീസെന്റ് ഗൂഗിൾ ഡെവലപ്പ് ചെയ്ത ഫ്ലട്ടറിലൂടെ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ഡിവൈസസിന് വേണ്ടി ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തത് ഇന്ന് സിംഗിൾ ലാംഗ്വേജിലൂടെയാണ് മൾട്ടിപ്പിൾ ഡിവൈസസിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഇത്തരം അഡ്വാൻസ്മെന്റ് കൊണ്ട് ഇന്ന് കുറഞ്ഞ സമയത്ത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും അതുപോലെ ബാക്ക് എൻഡിൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടും ഇന്ന് കമ്പനീസിന് ആപ്ലിക്കേഷൻസ് റിലീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ AI-ക്ക് വലിയ സാധ്യതയുള്ള ഈ കാലഘട്ടത്തിൽ AI-ൽ എങ്ങനെ ഒരു അൽഗോരിതം റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്യാമെന്നും എങ്ങനെ റോബോട്ട് അടക്കമുള്ള മെഷീനുകളിൽ ഇതിനെ കൊളാബറേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാം എന്നതടക്കമുള്ള ജോലികളാണ് ഒരു AI റിസർച്ച് സയന്റിസ്റ്റ് ചെയ്യുന്നത്. ഒരു AI റിസർച്ച് സയന്റിസ്റ്റ് ആവാൻ നിങ്ങൾ +1 +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സോ ബയോളജി പഠിച്ചിരിക്കണം. ഇതിനുശേഷം ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള IITസിലും NITസിലും BITSിലും നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ചെയ്യാം. അതിനായി ബാച്ചിലേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ബാച്ചിലേഴ്സ് ഇൻ AI, ഡാറ്റ സയൻസ്, എഞ്ചിനീയറിംഗ്, മാത്സ് ഓർ ഫിസിക്സ് ചെയ്യാം. ഇതിനുശേഷം MSc ഓർ PhDയും ചെയ്യാവുന്നതാണ് മെഷീൻ ലേണിംഗിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും. ഇതുകൂടാതെ ഈ കാണുന്ന ടെക്നിക്കൽ വർക്ക് സ്പേസ് സ്കിൽസ് കൂടി നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏകദേശം പ്രതിവർഷം 2 തൊട്ട് 3 കോടി വരെ സാലറി നേടാവുന്ന ഒരു AI റിസർച്ച് സയന്റിസ്റ്റായി നിങ്ങൾക്ക് മാറാം. സെയിൽസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഓർക്കുന്നത് നമ്മുടെ വീട്ടിലൊരു സാധനം കച്ചവടം ചെയ്യാൻ വരുന്ന ഒരാളെ ആയിരിക്കും. എന്നാൽ അത് മാത്രമല്ല, നമ്മളൊരു ചെറിയ സാധനം കടയിൽ നിന്ന് വിൽക്കുന്നത് തൊട്ട് ഒരു വലിയ ലാൻഡോ ബിൽഡിങ്ങോ ഒരു വിമാനം വരെ വിൽക്കുന്നതും സെയിൽസിന്റെ ഭാഗം തന്നെയാണ്. ഇന്ന് ഏതൊരു കമ്പനിയുടെയും അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് അതിന്റെ പ്രൊഡക്റ്റോ സർവീസോ സെല് ചെയ്യുക എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് വേൾഡിൽ ഏറ്റവും ഹയസ്റ്റ് ഡിമാൻഡിലുള്ള ഒരു ജോലി എന്ന് പറയുന്നത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് തന്നെയാണ്. നമുക്ക് ചുറ്റുമുള്ള ഒരു ഷോപ്പിലോ ഷോറൂമിലോ മോളിലോ ഒരു ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റോ സർവീസോ വിൽക്കുമ്പോൾ അത് വിൽക്കുന്ന ആൾക്ക് ഏകദേശം 1 തൊട്ട് 5% വരെയാണ് ബേസിക് സാലറിക്ക് പുറമെ കമ്മീഷനായിട്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു സെയിൽസ്മാന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റും കാണുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ ഓഫറോ ഇവന്റോ അതും അല്ലെങ്കിൽ ഹോർഡിങ്ങോ അഡ്വർടൈസ്മെന്റോ ഏത് സമയം ഏത് സ്പേസിൽ വരണം എന്നുള്ളത് കൃത്യമായ ഒരു സ്ട്രാറ്റജിയോടുകൂടി ഒരു മാർക്കറ്റിംഗ് ടീം ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളെ പറ്റിയുള്ള വീഡിയോസ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഉറപ്പായിട്ട് ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. അവരിലേക്കും ഈ തരത്തിലുള്ള ഇൻഫർമേഷൻ എത്തട്ടെ. ഇനി ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.